നമസ്കാരം. എല്ലാവർക്കും വേണ്ടത് വെറൈറ്റി വീഡിയോസ് ആണല്ലേ? നമുക്ക് വെറൈറ്റി വീഡിയോസ് ഉണ്ടാക്കാം. ഈ വെറൈറ്റി വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിക്കകത്തിൽ ഒതുങ്ങിയിരുന്നിട്ട് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക, നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുക. ഇത് മാത്രമൊന്നുമല്ല ലൈഫ്, അല്ലെങ്കിൽ ഇത് മാത്രമൊന്നുമല്ല വീഡിയോസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, എൻ്റെ കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എങ്ങനെ വീഡിയോസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് എൻ്റെ ചിന്താഗതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി അല്ലേ വേണ്ടേ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ നിന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം വീടിൻ്റെ അടുക്കലുള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൽ പോലും എൻ്റെ ഫുൾ ഫേസിലല്ല വീഡിയോസ് കിട്ടുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. കുറച്ചുകൂടെ സെറ്റാക്കാം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ സാധനങ്ങളൊക്കെ വരും, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത ദിവസങ്ങളിൽ നല്ല അടിപൊളി സാധനങ്ങൾ കയറി വരും. പിന്നെ ഈ ക്ലാരിറ്റി മാത്രം നിങ്ങളിപ്പം പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഈ ക്ലാരിറ്റി വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിന് മാത്രമുള്ള മൊബൈലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, ഞാൻ നടക്കുന്ന സ്ഥലം, എൻ്റെ ചുറ്റുപാടുകൾ, ഇവിടെയുള്ള കുറേ പ്രദേശങ്ങൾ. ഈ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ കാട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കുറവായിരിക്കും. ഞാൻ ഇത് ക്ലിക്കാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടങ്ങളിലുള്ള സ്ഥലങ്ങൾ ഫുള്ള് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടങ്ങളിലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പോക്ക് പോകണമെങ്കിലായിരിക്കും ബാക്കിയുള്ള വീഡിയോസ് വരുന്നത്. കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന കൈ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് മക്കളെ. അപ്പം എന്താ പറയുക, ഈ വീഡിയോ വെറും പദമായിരിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. ഇതൊരു സ്റ്റാർട്ടപ്പ് വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇത് എന്താ പറയുക, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കിലാണിപ്പോൾ. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോണക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ വലിയ മൈക്കോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളോ സാമഗ്രികളോ ഒന്നും നമ്മുടെ കയ്യിൽ നിലവിലില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് വീഡിയോയ്ക്കും വോയിസിനും ഒക്കെ കാണത്തുള്ളൂ എന്നുള്ള കാര്യവും അറിയാം. ബാക്ക്ഗ്രൗണ്ടിലൊരു പട്ടി കിടന്ന് നല്ല ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ഇവന്മാരെ എല്ലാം നമുക്ക് റെഡിയാക്കാനുള്ള സാധനങ്ങൾ വരും. ഇതാണ്, നമുക്കൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ഇവന്മാർ ഭയങ്കര ശല്യമാണ്. ഈ പട്ടി എന്ന് പറയുന്ന സാധനം വലിയൊരു പ്രശ്നമാണ്. ഇവന്മാർ നമുക്ക് പണി തന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഈ പുൽപ്പട്ടി മോഡൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതങ്ങനെ വിഷയമാണ്. ഇവന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ, എന്നാൽ നാടൻ പട്ടീസൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഒരു പ്രശ്നമില്ല. അപ്പം എന്താ പറയുക, ഇപ്പോൾ സമയം 10-11 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെൽഫി സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണങ്ങളും കൊണ്ട്, നല്ലൊരു ഫോണില്ലാത്ത കാരണം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കോൺഫിഡൻസ് കുറവുണ്ടെന്ന് വെച്ചോ. അപ്പം സമയത്തിൻ്റെ പരിമിതി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കണക്കാക്കുന്നില്ല. ഞാൻ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ നോക്കുന്നുള്ളൂ. മനസ്സിലായി? അപ്പം നിങ്ങൾക്കും വീഡിയോസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടം വരെ എത്തിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വഴിയെ കാണാൻ പറ്റും. അപ്പം ഞാൻ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം ടെക്ക് പരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് കുക്കിംഗ് പരമായിട്ടോ അല്ലെങ്കിൽ ഡ്രോയിങ് പരമായിട്ടോ അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംസാരിക്കാൻ പറ്റും. വാതോരാതെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വാതോരാതുള്ള സംസാരം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുക. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വളരെ ചാൻസ് കുറവാണ്. കാരണം വളരെ നന്നായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനോ നന്നായിട്ട് എഡിറ്റ് ചെയ്യാനോ ഉള്ള സെറ്റപ്പൊന്നും നമ്മുടെ കയ്യിൽ നിലവിലില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ വരും. അതിനൊക്കെ സമയം നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു സാധനം, ഞാൻ പറഞ്ഞില്ലേ, APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ കണക്ക് നമുക്കൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോവുക. നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാത്തതായിരിക്കണം ആ സ്വപ്നം എന്നുള്ളതാണ്. ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം എന്നുള്ളതാണ്, അല്ലെ ആഗ്രഹങ്ങൾ എന്നുള്ളതാണ്. സോ ഞാനിതെല്ലാം നേടും, ഞാനിതിൻ്റെ പിന്നാലെ പോകും.
അപ്പം അത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി. ഫസ്റ്റിലെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും ആൾക്കാരും കണ്ടിട്ടില്ല. അപ്പം നിങ്ങളതിനെ അങ്ങനെ കണ്ടാൽ മതി. കൈ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പം അതിപ്പോൾ മാറും. നമുക്കൊരു ഫസ്റ്റ് വീഡിയോ ടെസ്റ്റിങ് എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ സപ്പോർട്ടാണ് ഫസ്റ്റ് മെയിൻലി വേണ്ടത്. കുറേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, 10,000 മേൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ആരും കാണുന്നില്ല. ചിലപ്പം കുറച്ച് വീഡിയോസ് ഇട്ടേക്കുന്ന കാരണം കൊണ്ടായിരിക്കാം. അതൊക്കെ മാറണം. നമുക്ക് കുറച്ചുകൂടെ ഒക്കെ സെറ്റപ്പ് ആക്കണം എന്നുള്ള എനിക്കൊരിതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യും. ഞാൻ മിക്ക ദിവസങ്ങളും നിങ്ങൾക്ക് ഈ വഴികളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. മിക്ക ദിവസവും ഞാൻ വീഡിയോസ് ഇടും. ഈ ഏരിയ തന്നെ ഇടും. റിപ്പീറ്റഡ് ആണെങ്കിൽ പോലും ഞാനത് തന്നെ ഇടും. പിന്നെ പതുക്കെ ആദ്യം നമ്മുടെ ഗ്രാമങ്ങളും നാട്ടുപ്രദേശങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണിക്കാം. അതിന് ശേഷം നമുക്കിവിടെ വിട്ട് പുറത്തോട്ടിറങ്ങാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം പ്ലാൻ ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് കേട്ടിട്ടില്ലേ? പ്ലാൻ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം. തൽക്കാലത്തേക്കിന് പോവാണ്. ബൈ, സീ യു.